ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ പറയുന്നത് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഈ ഫംഗ്ഷനിൽ നമുക്ക് രണ്ടോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾ ഉണ്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് നമുക്ക് സെഡ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ എന്ന് എഴുതാം. അപ്പൊ നോക്കിയേ ആ എക്സാമ്പിൾ നോക്കിയേ, എക്സും വൈ ഉണ്ട്. എക്സും വൈ എന്താണ്? വേരിയബിൾ ആണ്. അപ്പൊ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ അവിടെ നമുക്ക് ഉണ്ട് അല്ലേ? അത് ക്ലിയർ അല്ലേ? അപ്പൊ അതിൽ എയും ബി എന്ന് പറയുന്നത് എന്താണ്? അത് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ കോയിഫിഷ്യന്റ് ആണ് ആ എയും ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഈ കോൺസ്റ്റന്റ് ആർബിട്രറി ആയിട്ട് വരുന്ന ഈ കോൺസ്റ്റന്റിനെ എലിമിനേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഒന്ന് പഠിക്കാനുള്ളത്. അപ്പൊ അതെങ്ങനെ വരാന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് സെഡ് നമുക്കറിയാം. ഇപ്പൊ ഒരു സെഡ് നമുക്കറിയാം എ എക്സ് പ്ലസ് ബി വൈ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിനറിയാം. അപ്പൊ ഇതിനെ നമുക്ക് നമ്മുടെ പിയിലത്തെ എയും ബിനെയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി വരുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ് ഉണ്ട് വൈ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ ടേമിൽ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യാം. അത് സെഡിനെ എക്സിന്റെ ടേമിൽ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ടേമിനെ നമുക്ക് എന്ന് പറയാം? പി എന്ന് പറയാം. ഇവിടെ നോക്കിയേ, കണ്ടോ? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു പി. ഇനി ഈ സെഡിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വൈയുടെ ടേമിൽ സെഡിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ കിട്ടുന്ന റിസൾട്ട് നമുക്ക് എന്താണെന്ന് പറയാം? അതിന് നമുക്ക് ക്യൂ എന്ന് പറയാം. രണ്ടും ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതില് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. ഇപ്പൊ ഇതിൽ നമുക്ക് പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരിക: ഫോം ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് ദ ആർബിട്രറി കോൺസ്റ്റന്റ്. നമുക്ക് തന്നിരിക്കുന്ന സെഡ് എന്നൊരു ഇക്വേഷനിൽ ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ട്. അതിനെ എലിമിനേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണം? എത്ര വേരിയബിൾ ഉണ്ട്, എത്ര കോൺസ്റ്റന്റ് ഉണ്ടെന്ന് കണ്ടെത്തണം അല്ലെ? നമ്പർ ഓഫ് ആർബിട്രറി വേരിയബിൾ എത്ര ഉണ്ടെന്ന് നോക്കണം. നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് കോൺസ്റ്റന്റ് എത്ര ഉണ്ടെന്ന് നോക്കണം. അത് നോക്കിയിട്ട് പറഞ്ഞേ അതിൽ എത്ര വേരിയബിൾ ഉണ്ട്, എത്ര കോൺസ്റ്റന്റ് ഉണ്ടെന്ന്. എക്സ് സ്ക്വയർ പ്ലസ് എ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതില് എത്ര വേരിയബിൾ ഉണ്ട്? എക്സ് സ്ക്വയർ ഒരു വേരിയബിൾ, എക്സ് ഒരു വേരിയബിൾ, വൈ ഒരു വേരിയബിൾ. അപ്പൊ രണ്ട് വേരിയബിൾ ഉണ്ട്. ഓക്കെ, എയും ബിയും കോൺസ്റ്റന്റ് ആണ്. അത് നമുക്ക് ക്ലിയർ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഫസ്റ്റ് ഇതിനെ ഈ സെഡിനെ അങ്ങോട്ട് എടുത്ത് എഴുതിയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ വെച്ചു. എന്നിട്ട് ഈ ഇക്വേഷൻ നമ്പർ 1നെ ആദ്യം എന്ത് ചെയ്യണം? എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പൊ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് രണ്ട് ടേമാണ് വന്നേക്കുന്നത്. ബ്രാക്കറ്റിലുള്ള രണ്ട് ടേമാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ആദ്യത്തെ ടേമിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. ആദ്യത്തെ ടേമിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ പവർ ഡിഫറൻസിയേഷൻ ചെയ്യാൻ അറിയാം. അത് എക്സ് റേസ് ടു എൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യും. ആ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഓക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് ആ എക്സ് സ്ക്വയറിന് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടും? എക്സ് സ്ക്വയറിന് ചെയ്യുമ്പോൾ 2x പ്ലസ് 0 അതായത് എ 0 ആയിട്ട് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എ 0 ആയിട്ട് അതന്നെ. അപ്പൊ 2x ഇൻറ്റു പിന്നത്തെ ടേം എന്താ? പിന്നത്തെ ടേം അതിന്റെ കൂടെ വരുന്ന കോൺസ്റ്റന്റാ. അത് എക്സിന്റെ കൂടെ വരുന്ന കോൺസ്റ്റന്റാ. അതിൽ നമുക്ക് എക്സിന്റെ ടേം ഇല്ല. അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ തന്നെ ആ ഒറ്റ ടേം ആക്കിയിട്ട് 2x ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി എന്ന് കിട്ടും. ഇതുവരെ ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്തത് സെഡിനെ ഡോ സെഡ് ബൈ ഡോ എക്സ് എഴുതി. സെക്കൻഡ് ടേമിൽ നമ്മൾ ചെയ്തിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പൊ ഞാൻ ആ ഇക്വേഷൻ ഒന്നും പറയാ: ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 2x ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി എന്ന് കിട്ടി. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് നിന്ന് കൊടുക്കാം? പി എന്ന് കൊടുക്കാം. അപ്പൊ പി ഈക്വൽ ടു 2x ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി എന്ന് കിട്ടും. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി അവിടത്തെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ വൈ സ്ക്വയർ പ്ലസ് ബിനെ അവിടെ നിർത്തിയിട്ട് ഇൻറ്റു 2x-നെ പിയുടെ ടേമിൽ ഈക്വലിന്റെ അപ്പുറത്ത് പിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇൻറ്റു ആയിരുന്ന 2x ഈക്വലിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വൈ സ്ക്വയർ പ്ലസ് ബി ഈക്വൽ ടു പി ബൈ 2x എന്ന് കിട്ടി. ഇതുവരെ ക്ലിയർ ആണോ? ഇത് ഇന്ന് എനിക്ക് സിസ്റ്റില്ലാത്തവരാണ് എഴുതി കാണിക്കാത്തത്. നാളെ നമുക്കത് എഴുതി കാണിച്ച് ചെയ്യാം കേട്ടോ. ഇവിടെ വരാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഇനി നമുക്കിപ്പോ നമ്മൾ ഒരു ടേമാണ് ഡിഫറൻസിയേഷൻ ചെയ്തത്. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ എക്സിന്റെ ടേമിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്തു.
നമ്മൾ ഫസ്റ്റ് മുകളിൽ എഴുതിയിട്ടേക്കണ ഇക്വേഷനിൽ ദോ സെഡ് ബൈ ദോ എക്സ് ഈക്വൽ ടു പി എന്നുള്ള രൂപം നമുക്ക് കിട്ടി. ഇനി നമുക്ക് അതിന് എന്ത് ചെയ്യണം? രണ്ടാമത് വൈയുടെ ടേമിലും ഡിഫറൻസിയേഷൻ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്തത് ഡിഫറൻസിയേഷൻ ഇക്വേഷൻ നമ്പർ 1 തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈയുടെ ടേമിൽ, അതായത് ദോ സെഡ് ബൈ ദോ വൈ. അപ്പൊ ദോ സെഡ് ബൈ ദോ വൈ ഈക്വൽ ടു, അപ്പൊ ആ ഇക്വേഷൻ തന്നെ ഒന്നും കൂടി വൈയുടെ ടേമിൽ ചെയ്യുമ്പോൾ എന്താവും? ആ എക്സ് പ്ലസ് എസ് സ്ക്വയർ പ്ലസ് എ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, അത് അങ്ങനെ തന്നെ വരും. പിന്നെ വൈ സ്ക്വയർ പ്ലസ് ബി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഞാൻ അവസാനം പറഞ്ഞ കേട്ടില്ല, ഒന്നുകൂടെ പറയുന്നു. കേട്ടില്ല. അതായത് നമുക്ക് ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ തന്നെ, നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആണെന്ന് പറഞ്ഞാൽ സെഡ് എടുത്ത് വെച്ചിട്ടില്ലേ? സെഡ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് എ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി എന്ന് വെച്ചിട്ടുണ്ട്. അതില് എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പൊ നേരത്തെ നമ്മൾ എക്സിനെ ചെയ്ത സമയത്ത് വൈനെ കോൺസ്റ്റന്റ് ആക്കി അവിടെ വെച്ചിട്ട് വൈനെ അങ്ങനെ തന്നെ എഴുതുകയാണ് ചെയ്തത്. അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ പ്ലസ് എനെ അങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് വൈ സ്ക്വയർ പ്ലസ് ബിയിലെ വൈ സ്ക്വയറിന് ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2y ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ എന്ന് കിട്ടും. അതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ അടുത്തത് നമുക്ക് എന്താ ചെയ്യാ? ഈ ദോ സെഡ് ബൈ ദോ വൈ എന്നുള്ളത് എന്താണ്? ക്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് പകരം നമുക്ക് അവിടെ ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ക്യൂ ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് എ ഇൻറ്റു 2y എന്ന് കിട്ടും. അതുവരെ ക്ലിയർ ആണോ? ഓക്കെ. ഇനി നേരത്തെ ചെയ്ത പോലെ നമുക്ക് എന്താ അവിടെ നിർത്താം? അവിടെ എക്സ് സ്ക്വയർ പ്ലസ് എനെ അവിടെ നിർത്തിയിട്ട് 2yനെ ക്യൂവിന്റെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോ ഡിവിഷൻ ആയി. മനസ്സിലായി. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എ ഈക്വൽ ടു എ ബൈ 2y എന്ന് കിട്ടി. ഇവിടെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇപ്പൊ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി അല്ലെ? ആദ്യത്തെ ബോക്സിലുള്ളത് ഇപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പൊ എന്ന് വെച്ചാൽ ആദ്യം കിട്ടിയത് വൈ സ്ക്വയർ പ്ലസ് ബിയുടെ വാല്യൂ കിട്ടി, സെക്കൻഡ് എക്സ് സ്ക്വയർ പ്ലസ് എയുടെ വാല്യൂ കിട്ടി. ഈ രണ്ട് വാല്യൂസും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറയണം. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഇപ്പൊ കിട്ടിയ രണ്ട് വാല്യൂസും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി. ഇപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ എക്ക് ഒരു വാല്യൂ കിട്ടി, ക്യൂ ബൈ 2y എന്ന് കിട്ടി. അതേപോലെ വൈ സ്ക്വയർ പ്ലസ് ബിക്ക് പി ബൈ 2x എന്ന് കിട്ടി. ഇത് രണ്ടും കൊണ്ടുവന്നിട്ട് ഫസ്റ്റത്തെ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ സെഡ് എങ്ങനെ ഉണ്ടാവും നോക്കിയേ? സെഡ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ 2y ഇൻറ്റു പി ഡിവൈഡ് ബൈ 2x എന്ന് കിട്ടി. അതുവരെ ക്ലിയർ ആണ്? ഇനി അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ആ 2yയും 2x കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4xy എന്ന് കിട്ടും. മുകളില് പി ഇൻറ്റു ക്യൂ എന്നും കിട്ടും. ആ പി ഇൻറ്റു ക്യൂവിനെ അവിടെ നിർത്തിയിട്ട് താഴെയുള്ള 4xyനെ വീണ്ടും ഈക്വലിന് അപ്പുറത്ത് സെഡിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? 4xy സെഡ് ഈക്വൽ ടു പി ക്യൂ എന്ന് കിട്ടി. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്തേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന സെഡിന്റെ ഇക്വേഷൻ ഉണ്ടായിരുന്ന എനെയും ബിനെയും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ എയും ബി ഇല്ലാത്ത ഒരു ഇക്വേഷൻ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. 4xy സെഡ് ഈക്വൽ ടു പി ക്യൂ. ക്ലിയർ ആണോ? ഇത് സിമ്പിൾ മെത്തേഡ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ആ അടുത്ത ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഇപ്പൊ നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഫോം ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് ദ കോൺസ്റ്റന്റ് ഫോം സെഡ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എ ഇൻറ്റു ബി എന്നാണ് പറയുന്നത്. എ ഇൻറ്റു ബി എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയില്ല? ക്ലിയർ ആയില്ല? എനിക്കൊന്നും പറയാം. ഇതിൽ എവിടെ കിടക്കുന്നു? ഇപ്പുറത്തെ സൈഡ് കണ്ട? ഇപ്പുറത്തെ സൈഡ് മുകളിൽ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ പറഞ്ഞേക്കണം. സെഡ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എ ബി. ഇത് നമുക്ക് എക്സിന്റെ ടേമിൽ ആദ്യം ഡിഫറൻസിയേഷൻ ചെയ്യാം. എക്സിന്റെ ടേം അവിടെ ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് ടേം എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ പ്ലസ് ഇട്ടത് വരുമ്പോൾ അത് ഒരു ടേമാണ്, ഇൻഡു വരുമ്പോൾ അത് ഒരുമിച്ചുള്ളതാണ്. നേരത്തെ ഇക്വേഷനിൽ നമുക്ക് ഇൻഡു ആയതുകൊണ്ട് അത് രണ്ടും ഒരുമിച്ചാണ് നമ്മൾ എടുത്തത്. ഇവിടെ എന്ന് പറയുമ്പോൾ പ്ലസ് ഇട്ട് എടുക്കുമ്പോൾ എ എക്സ് എന്നുള്ള ഒരു ടേം, ബി വൈ എന്നുള്ള ഒരു ടേം, എ ഇൻറ്റു ബി എന്നുള്ളത് ഒരു ടേമാണ്. അപ്പൊ 3 ടേമാണ്. അതെ, എ പ്ലസ് 0 പ്ലസ് 0 എന്ന് വരും. വൺ മിനിറ്റ്, സിസ്റ്റം കിട്ടിയിട്ടുണ്ട്, ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. മിനിറ്റ്.
ഹലോ. പറഞ്ഞോ. ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യട്ടെ. ഹലോ. പറഞ്ഞോ. ഹലോ. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ അവിടെ എഴുതി കാണിച്ചു തരാം. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് സെഡ് ഇസ് ഈക്വൽ ടു AX പ്ലസ് BY പ്ലസ് A ഇൻറ്റു B. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യണം, എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യണം. എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇതൊരു ടേം, ഇതൊരു ടേം, ഇതൊരു ടേം. ഇത് കോൺസ്റ്റന്റ് ടേം ആണ്. ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ കൂടെ 0 കിട്ടാം. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ദോ സെഡ് ബൈ ദോ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യും. എക്സിന്റെ ടേം ഇത് പറയണ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? A എന്ന് കിട്ടും. ഇതൊക്കെ 0 ആയി പോകും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ?
അപ്പൊ നമുക്ക് എക്സ് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1 ആണ്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എ എന്ന് കിട്ടുന്നത്. അപ്പൊ ഈ ടേമിന് നമുക്ക് ദോ സെഡ് ബൈ ദോ എക്സ് എന്ന് പറഞ്ഞാൽ അതിന് പി എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്തായി, പി is equal to എ എന്ന് കിട്ടി. ഇക്വേഷൻ Okay. നമ്പർ 2 ആയിട്ട് സെറ്റ് ചെയ്തു. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇതുവരെ Okay. ക്ലിയർ? Clear. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ദോ സെഡ് ബൈ ദോ വൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇത് 0 ആയിട്ട് പോവും, ഇത് 0 ആയിട്ട് പോവും, ഈ ടേം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പി ഇൻറ്റു 1 വരും. അപ്പൊ നമുക്ക് ബി എന്ന് എഴുതാം. Okay. അപ്പൊ ഇത് ക്യൂ ഈക്വൽ ടു ബി എന്ന രൂപ. ഇത് നമുക്ക് ക്യൂ ആണ്, അതുകൊണ്ട് ക്യൂ ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് സെറ്റ് ചെയ്തു. Okay. ഇത്രയും ക്ലിയർ അല്ലേ? Clear ആണ്, clear ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ രണ്ടിന്റെ വാല്യൂ കിട്ടി അല്ലെ, ഈ കിട്ടിയ രണ്ട് വാല്യൂ പിയുടെയും ക്യൂവിന്റെ ഒക്കെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവന്ന് ഈ സെഡിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെഡിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, സെഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ഇവിടെ എ എക്സ് ബി വൈ, അവിടെ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, പി എന്ന് കൊടുക്കാം അല്ലെ. എയുടെ സ്ഥാനത്ത് പി എന്ന് കൊടുക്കുക, ബിയുടെ സ്ഥാനത്ത് ക്യൂ എന്ന് കൊടുക്കുക. അപ്പൊ ഇതാണ് ഇക്വേഷൻ നമ്മുടെ സെഡ് ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് പി കൊടുക്കുമ്പോൾ പി എക്സ് വരും, പ്ലസ് ബിയുടെ സ്ഥാനത്ത് ക്യൂ കൊടുക്കുക, ക്യൂ വൈ സി, പ്ലസ് എയുടെ സ്ഥാനത്ത് വീണ്ടും പി കൊടുക്കുക, ബിയുടെ സ്ഥാനത്ത് ക്യൂ കൊടുക്കുക. ഇതാവും നമ്മുടെ ഇക്വേഷൻ. ഇപ്പൊ നോക്കിയേ, ഇവിടെ കോൺസ്റ്റന്റ് വാല്യൂ ആയ എയും ബിയും ഇവിടെ ഇല്ല. ക്ലിയർ അല്ലേ? Clear ആണ്. ഒരു ഈ രണ്ടാമത്തെ ക്വസ്റ്റ് നമ്മൾ ചെയ്തു. ഇനി ഒരു ക്വസ്റ്റ് ഞാൻ തരാം, അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് ഒന്ന് എന്നോട് പറഞ്ഞു. ഏത് ചോദ്യമാണ്? ക്വസ്റ്റ് ഞാൻ തരാം, ഒന്ന് മാറ്റോട്ടെ. താഴെ എഴുതാണ് സെഡ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഇത് ചെയ്ത് px plus qy plus p square plus q square അല്ലേ? ഒന്ന് പറഞ്ഞ ആൻസർ കൂടി, പി എക്സ് plus qy ക്യൂ വൈ plus p square plus q square. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? Clear ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് പറഞ്ഞു നോക്കിയേ, സെഡ് ഈക്വൽ ടു എ എക്സ് ക്യൂബ് പ്ലസ് ബി വൈ ക്യൂബ്. അത് വരുന്നത് p cube by 6x cube plus q cube by 6y cube. 6 വരുമോ? ഒന്നുകൂടി പറഞ്ഞേ. p cube by 6x cube ക്യൂബ് ബൈ q cube by 6y cube. ആൻസർ എനിക്ക് കിട്ടിയ ആൻസർ ഇങ്ങനെയാണല്ലോ, പി എക്സ് പ്ലസ് ക്യൂ വൈ ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. ഇങ്ങനെയാണോ കിട്ടിയ? px plus qy divided by 3 അങ്ങനെയല്ല കിട്ടിയത്. ത്രീ ആണ് ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് അത് z is equal to 2ax square plus 0 അല്ല 3ax square plus 0. ഈ ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എ കോൺസ്റ്റന്റ് ആണ്, അങ്ങനെ തന്നെ വരും. എക്സ് ക്യൂബിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3 ഇൻറ്റു എക്സ് സ്ക്വയർ വരും. 3ax square. 3a സ്ക്വയർ. ഓക്കെ, രണ്ടാമത്തെ പിന്നുള്ളത് ടേം ചെയ്യുമ്പോൾ 6ax. 6 പിന്നുള്ളത് 6a. p cube equal to 6a. ബി ക്യൂബ് ഈക്വൽ ടു, അപ്പൊ a equal to p cube by 6. ഓക്കെ, q വരുമ്പോ q cube by 6 equal to b. എന്നിട്ട് അത് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ p cube by 6 into x cube px cube plus 3 കോമൺ ആയിട്ട് എടുത്ത് എഴുതിയാലും മതി. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കിട്ടും ആൻസർ. അപ്പൊ ഈ ടേം ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അപ്പൊ px plus qy the whole cube അല്ല px the whole cube plus qy the whole cube by 6 എന്നല്ലേ വരുന്നത്. അതിന്റെ താഴത്തെ ടേമിനെ ഈക്വലിന് അപ്പുറത്തൊക്കെ ആയിട്ട് ഒന്നുകൊണ്ട് സെറ്റ് ചെയ്ത് നമുക്ക് എന്തായാലും അതിലത്തെ എക്കും ബിക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ശരി ശരി. അപ്പൊ ഇതിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ PDF കുറച്ച് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അത് ഞാനിപ്പോ ഇത് ക്ലാസ് കഴിയുമ്പോൾ സെൻഡ് ചെയ്ത് തരാം. അപ്പൊ ഇതിലും കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഇതിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കിട്ടണില്ലെങ്കിൽ ചോദിച്ചാൽ മതി. ആൻസറും താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ആൻസർ കിട്ടണോ ചെക്ക് ചെയ്താൽ മതി.
ശരി. അപ്പൊ ഒരു മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞത്. ആ ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാല് ഇതിന് നമുക്ക് ഇതിൽ ഫംഗ്ഷൻ ഉള്ള ടേം ഉണ്ട്, ആർബിട്രറി ഫംഗ്ഷൻ ഉള്ള ടേം. ഇപ്പൊ നമുക്ക് ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ എലിമിനേറ്റിംഗ് ആർബിട്രറി ഫംഗ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്ന കേസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ z is equal to f of x plus y അങ്ങനെ ഒരു ടേമിലായിരിക്കും ക്വസ്റ്റ്യൻ തരാം. അപ്പൊ ആ എഫ് എന്ന ടേമിനെ എലിമിനേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതാണ് ആർബിട്രറി ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മുടെ ഇക്വേഷനിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുക. ഇപ്പൊ ചെയ്തത് നമ്മ ഒരു ഇക്വേഷൻ തന്നു, അതിലുണ്ടായിരുന്ന ആർബിട്രറി കോൺസ്റ്റന്റുകളായിരുന്നു അല്ലെ, എയും ബിയും കോൺസ്റ്റന്റുകളായിരുന്നു. ആ കോൺസ്റ്റന്റുകൾ എലിമിനേറ്റ് ചെയ്യാനാണ് നമുക്ക് പഠിച്ചത്. അതേപോലെ തന്നെ ഫംഗ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ മെത്തേഡ്. ശരി. ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കട്ടെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ആ കിട്ടുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സാറിന് അയച്ചിട്ട് തരും കേട്ടോ. ശരി. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക്കിൽ കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻസുകൾ ഒന്നും കൂടി നോക്കാം. അപ്പൊ അതും കൂടി ഒപ്പം തന്നെ കഴിഞ്ഞു പോകും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. രണ്ടാമത്തെ മെത്തേഡിൽ നമുക്ക് എഫ് ഓഫ് സെഡ് വന്നിരിക്കുന്നത് ഒന്ന് ഞാൻ ക്ലിയർ ചെയ്തേ. ഇവിടെ നമുക്ക് സെഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ, ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ എഫ് എന്നുള്ള ടേം ഉണ്ട്, ഈ എഫ് ഫോമിനെ എലിമിനേറ്റ് ചെയ്യാനാണ് നമ്മോട് പറഞ്ഞേക്കണം. അപ്പൊ നമുക്ക് എഫോ ജിയോ അങ്ങനെ ഏത് വേണമെങ്കിലും തരാം. ഒരു റിലേഷനിൽ ഒരു ആർബിട്രറി ഫംഗ്ഷൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഫ് ആവാം, ജി ആവാം, അങ്ങനെ ഏത് ലെറ്റർ വേണമെങ്കിലും നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അത് വെച്ചുകൊണ്ട് ഒരു പാർഷ്യൽ ഫോം ഇക്വേഷൻ ഉണ്ടായിരിക്കും. ആ പാർഷ്യൽ ഫോം ഇക്വേഷനിലെ ഈ ആർബിട്രറി ഫംഗ്ഷനായ എഫ് എന്ന ടേമിനെ എലിമിനേറ്റ് ചെയ്യാനാണ് നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഡോ സെഡ് ബൈ ഡോ എക്സ് ചെയ്യാം. ഡോ സെഡ് ബൈ ഡോ എക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരിക്കും, ഫസ്റ്റ് ഈ ടേമിനെ ഡിഫറൻസിയേഷൻ ചെയ്യാം. എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1 കിട്ടും. ഇപ്പൊ ഇതെന്താ നമ്മുടെ പി ആണ് അല്ലെ. അപ്പൊ പി ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ഡോ സെഡ് ബൈ ഡോ വൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടും, എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ, വൈനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇൻറ്റു വൈ കിട്ടും. ഇവിടെ നമുക്കിത് ക്യൂ ആണ്, ക്യൂ ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. ഇപ്പൊ നോക്കിയേ, ഈ ടേം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിൽ ഇതിൽ പിയും കിട്ടി ക്യൂവും കിട്ടി. അപ്പൊ നമുക്ക് രണ്ടിന്റെ റിസൾട്ട് എന്താണ്, ഇത് രണ്ടിന്റെ റിസൾട്ട് ഒന്നാണ് അല്ലെ, ഇത് ഒന്ന് തന്നെയാണ്, ഇത് ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ നിന്ന് എഴുതാം, പി ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് എഴുതി കൂടെ. അത് പിയുടെ റിസൾട്ടും ക്യൂവിന്റെ റിസൾട്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് പി ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് കൊടുക്കാം നമുക്ക്. ക്ലിയർ അല്ലേ? അപ്പൊ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാലും ഈക്വൽ ടു ഡോ സെഡ് എന്ന് പറഞ്ഞാൽ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ ഫംഗ്ഷൻ എന്നുള്ള ടേം ആണെന്ന് പോയി പി ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് കിട്ടി നമ്മുടെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഇത് കിട്ടി. അപ്പൊ ഇവിടെ ഈ ഫംഗ്ഷന്റെ ടേം നമ്മുടെ റിസൾട്ടിൽ ഇല്ല. ഇതാണ് നമ്മുടെ റിസൾട്ട്, പി ഇസ് ഈക്വൽ ടു ക്യൂ, അല്ലെങ്കിൽ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കണ ഈ ടേം. ഇതിൽ നമുക്ക് എന്തില്ല, എന്നുള്ള ഫംഗ്ഷന്റെ ടേം ഇല്ല. ആ ഫംഗ്ഷന്റെ ടേമിനെയാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്തത്. ക്ലിയർ ആണ് ക്വസ്റ്റ്യൻ? ക്ലിയർ ആണ്. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Z is equal to f of x square plus y square. ഓ ഇതൊന്ന് ചെയ്ത് നോക്കിയേ, എന്ത് കിട്ടും നോക്കിയേ. നോക്കട്ടെ. Z by dou x ചെയ്യാം, dou z by dou y ചെയ്യാം. A square equal to Q square. ഏഹ് ഇത് കിട്ടിയത് എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 2x വരും. കേസ് നമ്പർ നമുക്ക് 2 എന്ന് കൊടുക്കാം. ഇവിടെ ചെയ്യുമ്പോഴും എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടും ഇൻറ്റു 2y, കേസ് നമ്പർ 3 എന്ന് കിട്ടും. അല്ല, അപ്പൊ 2y നമുക്ക് ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂലേ? ഡബിൾ ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 2 എന്ന്. ഈ 2 ഇത് കിട്ടി. ഇപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇതിനെ ഡബിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സും വൈ ആയിരിക്കും. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പുറത്ത് ഡോസോട്ട് ബൈ ഡോ വൈ 2y എന്നാണ് വായിച്ചത്, അതുകൊണ്ടാണ്. 2 അല്ല, ഡോയാണ്. ഡോയാണ്. അപ്പൊ ഇത് കിട്ടി നമുക്ക്. ഈ കേസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അതായത് ഈ 2 ഇത് രണ്ട് കേസ് നമുക്ക് കിട്ടി. എക്സിന്റെ ഇക്വേഷൻ കിട്ടി, വൈയുടെ ഇക്വേഷൻ കിട്ടി. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ടേം രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. എക്സ് ബൈ വൈ കിട്ടും. ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ 2ന്റെ ഒന്ന് ക്യാൻസൽ ചെയ്ത് പോകും, ഈ ടേം മൊത്തം ക്യാൻസൽ ചെയ്ത് പോകും. എക്സ് ഡിവൈഡ് ബൈ വൈ എന്ന് കിട്ടി. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡോ സെഡ് ബൈ ഡോ എക്സ് ഡിവൈഡ് ബൈ ഡോ സെഡ് ബൈ ഡോ വൈ ആയിരിക്കും. ഇതിന് പകരം നമുക്കിവിടെ പി കൊടുക്കുക, ഇതിന് പകരം ക്യൂവും കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, പി ബൈ ക്യൂ ഈക്വൽ ടു എക്സ് ബൈ വൈ എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ഇങ്ങടും കൊടുക്കുക, ഇതിന് ഇങ്ങടും കൊടുക്കുക. അപ്പൊ അടിയിൽ റിമൈൻഡർ നമുക്ക് കളയാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഈ പി ഇൻറ്റു വൈ ഇക്വേഷൻ ഒന്നും കൂടി സെറ്റ് ആക്കും. ഇവിടെ നമുക്ക് പി വൈ ഈക്വൽ ടു ക്യൂ എക്സ് എന്ന് കിട്ടും. അപ്പൊ ഇതിന് നമുക്കൊരു ഇക്വേഷൻ രൂപം നമുക്ക് ഇവിടെ ഈ ടേം ചെയ്യുമ്പോൾ നമുക്ക് പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ എന്നുള്ള ഇക്വേഷൻ രൂപത്തിലേക്കാണ് നമുക്ക് കിടക്കുന്നത് ഈ ടേം. അപ്പൊ ഇതിനെ ഈക്വലിന് ഇപ്പുറത്തേക്ക് ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, ഈ പി എക്സ് പി വൈ മൈനസ് ഈ ക്യൂ എക്സിന് പുറത്തോട്ടവും ഈക്വലിന് പുറത്തോട്ടവും മൈനസ് ആവും. മൈനസ് ക്യൂ എക്സ് ഈക്വൽ ടു ഇവിടെ നമുക്ക് വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റന്റ് ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 കൊടുക്കും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഇക്വേഷൻ ആക്കി മാറ്റാം. വിവരം ക്ലിയർ ആണോ? അതാണ് ആൻസർ. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ വരാം. എന്നുവെച്ചാൽ നമുക്ക് ഇപ്പൊ ചെയ്ത ഇക്വേഷനെ ഈ പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ എന്നുള്ള രൂപത്തിലേക്ക് ആക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ രൂപം ഇല്ല, ഫംഗ്ഷനെ മൊത്തം നമുക്ക് കളഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇതിനെ ഒന്നും കൂടി സെറ്റ് ചെയ്ത് ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയിട്ട് ഈക്വൽ ടു, അതായത് നമുക്കൊരു ഇക്വേഷൻ രൂപത്തിലേക്ക് ആക്കണം. സെഡ് ഈക്വൽ ടു എന്നുള്ള രൂപത്തിലായിരുന്നുള്ള നമുക്ക് ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ അതും ഒരു ഇക്വേഷന്റെ രൂപത്തിലേക്ക് ആക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്, പി ഇൻറ്റു പി പ്ലസ് ക്യൂ ഇൻറ്റു ക്യൂ ഈക്വൽ ടു ആർ എന്ന രൂപം. ഇവിടെ ആർ എന്നുള്ള കോൺസ്റ്റന്റ് ടേം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് 0 ആക്കി കൊടുക്കുക. ഈ ടേമിന് ഈക്വലിന് ഇപ്പുറത്തോട്ട് ആക്കി സെറ്റ് ചെയ്യാം. ക്ലിയർ ആയിട്ട് എന്നിട്ട് അതിനെ വീണ്ടും ചെയ്യണം. ഇവിടെ വരെ മതി. ഇതാണ് നമ്മുടെ ആൻസർ. ഞാൻ ഇത് ഡബിൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഡബിൾ ഡിഫറൻഷിയേഷൻ ചെയ്യും. ഡബിൾ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. അല്ല, അപ്പൊ ചെയ്യുമ്പോ പി സ്ക്വയർ ഈക്വൽ ടു ക്യൂ സ്ക്വയർ എന്ന് കിട്ടും. പി സ്ക്വയർ ക്യൂ സ്ക്വയർ വരും അല്ലേ? ഇങ്ങനെ വരും. അപ്പൊ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, പി സ്ക്വയർ ഡിവൈഡ് ബൈ ക്യൂ സ്ക്വയർ ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ വൈ എന്ന് കിട്ടും. ഇങ്ങനെയല്ലേ കിട്ടാം? f double dash of x square plus y square, p square is equal to f double dash of x square plus y square into 2 എന്ന് വരും. q square equal to f double dash of x square plus y square into 2 എന്ന് വരും. എന്നിട്ട് അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക്
പി സ്ക്വയർ ബൈ ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു വരും. 1 എന്ന് വരും. അപ്പം ബി സ്ക്വയർ ഈക്വൽ ടു ക്യൂ സ്ക്വയർ എന്ന് കിട്ടില്ലേ? പി സ്ക്വയർ ക്യൂ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? അത് ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഈ ഒരു ഫോർമാറ്റിലേക്കാണെന്ന് നമുക്ക് ഇടേണ്ടത്. ആണല്ലേ? അപ്പോഴാണ് ഇത് കിട്ടുന്നത്. അങ്ങനെ ചെയ്യാം. ഈ ഫോർമാറ്റിലേക്ക് ആക്കുമ്പോൾ അത് നമുക്ക് വേറെ മെത്തേഡും കൂടി ഉണ്ട്. ലാസ്റ്റ് ഇപ്പൊ ഞാൻ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞത്, ആ മെത്തേഡ് ഈ പറയുന്ന സെക്കൻഡ് ഡിഫറൻസിയേഷൻ ചെയ്ത് നമുക്ക് ചെയ്യാം. ശരി. ഇത് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഉള്ള മാത്രം സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഫോർമുലയാക്കി ഞാൻ ഇവിടെ നിർത്തിയത്. അതുകൊണ്ട് ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. അത് നമുക്ക് മാർക്കിനനുസരിച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ ചിലപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് സിമ്പിളാക്കി ചെയ്ത് ഞാൻ നിർത്തുന്നുണ്ടെങ്കിൽ ഞാൻ നിർത്താം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ, ഞാൻ കാണിച്ചു തരാം. ക്ലിയർ ചെയ്യട്ടെ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. z is equal to f of sin x plus cos y. ഇതെങ്ങനെ ചെയ്യാൻ നോക്കിയേ? ഒരു മിനിറ്റ്. ഞാൻ ചെയ്ത മെത്തേഡ് ചെയ്താൽ മതി കേട്ടോ. അതെ, sin x ന്റെ ഡിഫറൻസിയേഷൻ cos x അല്ലേ? cos x ന്റെ ഡിഫറൻസിയേഷൻ മൈനസ് ഇവിടെ y ആണ്, അപ്പൊ sin y. q cos x plus p sin y equal to 0. p അതൊന്ന് പറയാൻ സാർ. q p sin y plus q cos x equal to 0. ഓക്കെ, ആണ് കേട്ടോ. ഇതും ക്ലിയർ ആണല്ലോ? അപ്പൊ ചെയ്ത മെത്തേഡ് ക്ലിയർ ആണ്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്, ഈ PDF ഇട്ടിട്ടുണ്ട്. 2 മെത്തേഡാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. ആ 2 മെത്തേഡിൽ, അത് നമ്മുടെ ഈ ടോപ്പിക്കിന്റെ ആദ്യത്തെ 2 മെത്തേഡാണ്. ഒന്ന് ആർബിട്രറി കോൺസ്റ്റന്റ് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡും, ഒന്ന് ഇപ്പൊ ഫംഗ്ഷനെ എലിമിനേറ്റ് ചെയ്യുന്ന മെത്തേഡും. ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പലതരത്തിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഈ മെത്തേഡിൽ നമുക്ക് എത്ര വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എനിക്ക് അറിയില്ല. ആ പാറ്റേൺ ഒന്ന് സാറിന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ നോക്കിയിട്ട് അതിൽ ഈ വരുന്ന ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ചെയ്യാം. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബാക്കി എടുത്തോണ്ട് എന്നിട്ട് ആ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇത്രയും കൂടിയും എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് പോകുമ്പോൾ വേണ്ടുന്ന ടോപ്പിക്കുകൾ മാത്രം മതി. അതിൽ 10 മാർക്കിനും 15 മാർക്കിനും കിട്ടുന്ന ആ ക്വസ്റ്റ്യൻസുകൾ ആദ്യം ചെയ്ത് പഠിക്കുക. അതിന് തന്നെ വരുന്ന 2 മാർക്കും ചെയ്തു പോവാം. നമുക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. മൊഡ്യൂള് അല്ല, ഒരു മൊഡ്യൂളിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വരും, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ചെയ്ത് പോകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാക്കാനും ചെയ്ത് തീർക്കാനും പറ്റും. ആ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനത്തെയൊക്കെ ചോദിക്കാം എന്നുള്ളത് നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. 2-3 ക്വസ്റ്റ്യൻ അങ്ങനത്തെ കാണുമ്പോൾ. അപ്പൊ നാളേക്ക് മുന്നേ ആ ക്വസ്റ്റ്യൻ ഒന്ന് സാറിന് സെൻഡ് ചെയ്യാം. അപ്പൊ ക്ലിയർ ആണല്ലോ ഇത് പറഞ്ഞത്? ക്ലിയർ ആണ്. അപ്പൊ ഇതിന്റെ നോട്ട് ഞാൻ ഇന്ന് പിടുത്തന്നെ നോട്ട് ഞാനത് സാറിന് സെൻഡ് ചെയ്യും. സാറ് സെൻഡ് ചെയ്ത് കേട്ടോ. പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ഉള്ള എക്സ്ട്രാ ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, അതിന് താഴെ ആൻസർ ഇട്ടിട്ടുണ്ട്. ആ ആൻസറിന്റെ രൂപത്തിലേക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ മെത്തേഡിലുള്ള ക്വസ്റ്റ്യനിലേക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് സിസ്റ്റം ആദ്യത്തെ ദിവസം തന്നെ ആയിട്ട് സിസ്റ്റം ഉണ്ട്,
പെട്ടെന്ന് സിസ്റ്റം 2 ദിവസം ഞാൻ സിസ്റ്റം ഓൺ ചെയ്തില്ല. അതുകൊണ്ട് ആ സിസ്റ്റത്തിന് എന്തോ പറ്റിയെന്ന് തോന്നുന്നു. അതും ഓൺ ആയില്ല. ലാപ്പ് വർക്ക് ചെയ്ത് കൊണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് വന്നു അതിനെന്തൊരു കംപ്ലൈന്റ് ആയി. ലാപ്പ് കൊടുത്തിട്ട് 3 ദിവസമായി. ഇത് ഇപ്പൊ കൊണ്ടുവന്നുള്ളൂ. ഓ ശരി. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് നന്നായിട്ട് ചെയ്യാം. ഓ ശരി. ഓക്കെ. അപ്പൊ ഇന്ന് ലീവ് ചെയ്തോ. ശരി.